ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലോക്ക്ഡൗൺ സ്പെഷ്യൽ ബർഗറാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബർഗറാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. ബർഗറിന് സ്പെഷ്യലായിട്ട് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബർഗറാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ആദ്യം ബർഗറിന് വേണ്ടിയിട്ടുള്ള പാറ്റീസ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പാറ്റീസ് റെഡിയാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ചെറുപയർ വെച്ചിട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയർ ഉണ്ടാവില്ലേ, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാവൂലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറുപയർ മതി കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള പാറ്റീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്ത ചെറുപയറാണ് കേട്ടോ, അതാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ചെറുപയർ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ, വെള്ളം ഇല്ലാതെ വേണം ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. നന്നായിട്ട് പേസ്റ്റ് ആവണ്ട, എന്നാൽ അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടുകയും വേണം. നമ്മൾ ചെറുപയർ വെച്ചിട്ട് വട ഉണ്ടാക്കാറുണ്ടല്ലോ, ആ ഒരു രീതിയിലല്ല കേട്ടോ. അത് കുറച്ച് നമ്മൾ ഒന്നങ്ങ് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിലേറെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അരച്ചെടുത്തത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് 1 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബ്രെഡിന്റെ അരികു ഭാഗം ഒന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ, അതുകൂടി കൂട്ടിയിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. 4 ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ടൈക്ക് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ, ആ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഈ ഒരു വലുപ്പത്തിലുള്ള ബൗൾസ് ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയിലുമാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് ബർഗർ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്നങ്ങ് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ബ്രെഡിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റീസ് ഒന്നുകൂടി ഒന്ന് വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബണ്ണിന്റെ അതേ വലുപ്പത്തിലാണ് കേട്ടോ നമ്മുടെ പാറ്റീസും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് അത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം കേട്ടോ.
ഇപ്പോൾ നമ്മുടെ ബർഗറിലേക്ക് വേണ്ടിയിട്ടുള്ള പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു ബണ്ണാണ് കേട്ടോ ഞാനിവിടെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പുറത്തുനിന്ന് നമ്മൾ സാധാരണയായി വാങ്ങുന്ന ബണ്ണാണ്. അപ്പം ഇത് മതി കേട്ടോ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊരു പാക്കിൽ 4 എണ്ണമാണ് കേട്ടോ വരുന്നത്. 25 രൂപയാണ് വരുന്നത്. അപ്പം ഞാനിവിടെ 2 പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 8 ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഇതൊന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബണ്ണിന്റെ ഈ ഒരു ഉൾഭാഗം നമുക്ക് ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പൊ പാനിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ 3 തരം വെജിറ്റബിൾസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി, സവോള, ക്യാബേജ്, ഇത് 3 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് സവോള അരിഞ്ഞിട്ടുള്ളത്. ക്യാബേജ് എടുക്കുന്ന സമയത്ത് അതിൽ കട്ടി കുറഞ്ഞ ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് ലെറ്റസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ക്യാബേജ് മതി. ക്യാബേജിന്റെ നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലേറ്റിലോട്ട് ബണ്ണിന്റെ അടിഭാഗം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒണിയൻ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്യാബേജിൻ്റെ പീസസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാറ്റി ഒന്ന് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇതുപോലെ തന്നെ വെജിറ്റബിൾസ് വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഞാൻ മുകളിലുള്ള ബണ്ണിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നമ്മൾ മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബർഗറിൽ ചീസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബർഗർ ആയതുകൊണ്ട് തന്നെ ചീസൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു പാറ്റിയുടെ മുകളിലായിട്ട് ഒരു ക്യാബേജിൻ്റെ പീസ് കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബണ്ണിൻ്റെ മേൽഭാഗം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു ഒരു ടൂത്ത് പിക്കിലൊന്ന് കുത്തിയെടുത്തതിന് ശേഷം അതൊന്ന് ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ഈസി ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബർഗർ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ അടിപൊളി ബർഗർ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യാം. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്